സാജിദ, നമ്മൾ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം, ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും സ്വരാജും ഷൗക്കത്തും തമ്മിൽ ഉണ്ടാവുക എന്നായിരുന്നു. പക്ഷേ പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ മുതലുണ്ടായ ലീഡ് അത് അവസാന റൗണ്ട് എണ്ണുന്നത് വരെ നിലനിർത്താൻ ഷൗക്കത്തിന് കഴിയില്ല. അത് മാത്രമല്ല, ആകെ ഒരു പഞ്ചായത്തിൽ മാത്രമാണല്ലോ സ്വരാജിന് ലീഡ് നേടാനായതും. ദിവ്യ, തീർച്ചയായും ഈ വോട്ടെണ്ണൽ തുടങ്ങിയ 8 മണി മുതൽ തന്നെ ഒരു ഘട്ടത്തിൽ പോലും കുറച്ച് വോട്ടിനെങ്കിലും മുൻപിൽ എത്താൻ എം സ്വരാജിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് എം സ്വരാജ് ഈ മുന്നിട്ട് നിൽക്കുന്നു എന്ന വാർത്ത ഒരു തവണ പോലും ടെലിവിഷൻ ചാനലുകളിൽ വരാത്ത വിധം UDFന്റെ മുന്നേറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അവസാനം ഈ 11,007 വോട്ടിനാണ് ഈ ആധികാരിക 11,077 വോട്ടിന്റെ ആധികാരിക വിജയമാണ് ഈ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചത്. ഇതിൽ ഒന്നാമത്തെ ഘട്ടം മുതൽ തന്നെ കൃത്യമായ, അതായത് ആദ്യ റൗണ്ട് മുതൽ തന്നെ കൃത്യമായ മേധാവിത്വം പുലർത്താൻ കഴിഞ്ഞു. ആദ്യ റൗണ്ടിൽ 419 വോട്ടിന്റെ മാത്രമായിരുന്നു ലീഡ് ഉണ്ടായിരുന്നത്. വഴിക്കടവിൽ ഒരു പ്രതീക്ഷിച്ച ലീഡ് അവർക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് നിലമ്പൂർ നഗരസഭയിലേക്ക് എത്തുന്നതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. 9ാമത്തെ റൗണ്ട് എത്തിയപ്പോൾ മാത്രമാണ് നേരിയ വോട്ടിന് 214 വോട്ടിന് LDF ലീഡ് ചെയ്തത്. പിന്നെ 16-18 റൗണ്ടുകളിൽ മാത്രമാണ് അതും 250 വോട്ടിൽ താഴെ മാത്രം ലഭിച്ചുകൊണ്ട് LDF ലീഡ് ചെയ്തത്. ബാക്കി 16 സ്ഥലത്തും, അതായത് 16 റൗണ്ടിലും കൃത്യമായ മേധാവിത്വം പുലർത്താൻ UDFനായി എന്നുള്ളത് UDFന്റെ കരുത്ത് തെളിയിക്കുന്നത് തന്നെയാണ്. ഇതിൽ ഈ ഓരോ സ്ഥാനാർത്ഥികളുടെയും വോട്ട്, എത്ര വോട്ട് ലഭിച്ചു എന്നുള്ളത്, അത് EVM പോസ്റ്റൽ വോട്ടും അടക്കം UDF സ്ഥാനാർത്ഥി ഷൗക്കത്തിന് ലഭിച്ചത് 77,737 എം സ്വരാജ് എന്ന LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 66,660 PV അൻവറിന് 19,760 വോട്ട് ലഭിച്ചു. അദ്ദേഹം 20,000-ഓളം വോട്ട് പിടിക്കുമെന്നായിരുന്നു നമ്മൾ കണക്ക് കൂട്ടിയത്. ഏതാണ്ട് അതിനടുത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഈ BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് 8,648 വോട്ട് ലഭിച്ചു. SDPI സ്ഥാനാർത്ഥി സാദിഖിന് 2,075 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഇത് പഞ്ചായത്തുകൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ വഴിക്കടവിൽ പഞ്ചായത്തിൽ മാത്രം 18,029 വോട്ടിന്റെ ലീഡാണ് UDFനുള്ളത്. മൂത്തേടം പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ എല്ലാം ശക്തി കേന്ദ്രമാണ്. ഇവിടെ 2,067 വോട്ടിന്റെ ലീഡ് ലഭിച്ചു. എടക്കരയിൽ 1,170 വോട്ടിന്റെ ലീഡ് ലഭിച്ചു. പോത്തുകല്ലിൽ LDFന്റെ കൂടി ശക്തി കേന്ദ്രമായ പോത്തുകല്ലിലും UDFന് 307 വോട്ടിന്റെ ലീഡ് ലഭിച്ചു. ചുങ്കത്തറയിൽ 1,287 വോട്ടാണ്. ഏറ്റവും ഞെട്ടിച്ച് കളഞ്ഞത് നിലമ്പൂർ നഗരസഭ തന്നെയാണ്. 3,967 വോട്ടിന്റെ ലീഡാണ് നിലമ്പൂർ നഗരസഭയിൽ വന്നത്. കരുളായി പഞ്ചായത്തിലെ 118 വോട്ടിന്റെ ലീഡ് മാത്രമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു ചെറിയ ആശ്വാസം നൽകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അവരുടെ ശക്തി കേന്ദ്രമായ അമരമ്പലത്ത് പോലും പിറകിലോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പോസ്റ്റൽ വോട്ടിലും ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്തായാലും വോട്ടെണ്ണലിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരു UDFന്റെ ആധിപത്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിരിച്ചടികൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടു എന്നുള്ളതാണ്. കാരണം അത് അവർ കൊണ്ടുവന്ന കൃത്യമായ അജണ്ടകൾ വെച്ചുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ വർഗീയ അതിൽ ഊന്നിയ പ്രചരണമായിരുന്നു. അതിൽ ഈ വെൽഫെയർ പാർട്ടി പിന്തുണയുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം വിരുദ്ധ ഒരു പ്രചരണം ആയി മാറുകയും അതിലൂടെ ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് നേടാം എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കൃത്യമായി ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ മറ്റു മുസ്ലിം സംഘടനകളുടെ വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതെല്ലാം തന്നെ പൂർണ്ണമായി തകർന്നടിഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതോടൊപ്പം എം സ്വരാജിന് സ്വന്തം ബൂത്തിൽ പോലും ലീഡ് ലഭിച്ചില്ല എന്നുള്ളതാണ്. എം സ്വരാജിന്റെ 202 എന്ന നിലമ്പൂർ നഗരത്തിലെ ബൂത്തിൽ സ്വരാജിനേക്കാൾ 40 വോട്ട് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചു. അത് തന്നെയാണ് സ്വരാജിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ തിരിച്ചടി. സ്വന്തം ജന്മനാടായ പോത്തുകല്ലിലെ സ്വന്തം ബൂത്തിൽ പോലും ലീഡ് നേടാൻ സ്വരാജിന് കഴിഞ്ഞില്ല എന്നതാണ്. അതുപോലെ തന്നെ LDF ശക്തി കേന്ദ്രങ്ങളിലടക്കം വലിയ തിരിച്ചടി സ്വരാജിന് നേരിടേണ്ടി വന്നു. പകരം തുടക്കം മുതൽ ലീഡ് നിലനിർത്തിക്കൊണ്ട് അവസാനം വരെ ഒരു ശക്തമായ ലീഡിലെത്തിക്കൊണ്ട് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയം സ്വന്തമാക്കിയത്. അത് തന്നെയാണ് UDFനെ സംബന്ധിച്ച് തിളക്കമാർന്നതും. സാജിദ് അജ്മൽ, മുഹമ്മദ് അസ്ലമാണ് നിലമ്പൂരിൽ നിന്ന്.